ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായ ചക്കയപ്പം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. കുരു കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് വച്ചിരിക്കുകയാണ്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. കുറച്ച് വീതം നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് വരിക്കച്ചക്കയാണ്. ഇപ്പം ഞാൻ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചത്, ഏകദേശം ഒരു 200 ഗ്രാം ഉണ്ട്. നല്ല മധുരമുള്ള ചക്കയാണ്, അതുകൊണ്ട് ശർക്കര നമ്മൾ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. 1 കപ്പ് മാവ്, അരിയുടെ മാവാണ്, അരി വറുത്ത് പൊടിച്ചത്, ഇടിയപ്പത്തിൻ്റെ മാവ്. അത് നമുക്ക് കുറച്ച് വീതം ഇട്ട് ഒന്ന് ഇളക്കി നോക്കാം. കുറച്ച് വീതം ഇട്ട് ഇളക്കിയാൽ നമുക്കത് അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം വേണമെന്ന്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മാവും ചക്കയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഞാനൊരു കുറച്ച് അരക്കപ്പ് മാവും കൂടി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 250 ഗ്രാം മാവുണ്ട്. ഇനി ഒന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട് എല്ലാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ഇല എടുത്തിട്ടുണ്ട്, വാഴയിലയാണ്. അത് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. എല്ലാ ഇലയും നമുക്കിതുപോലെ ഒന്ന് വാട്ടി മാറ്റി വയ്ക്കാം. ഞാൻ ഇഡ്ഡലി പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളവും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഇല വീതം എടുത്ത് അതിലേക്ക് കുഴച്ച് വെച്ച മാവ് കുറച്ച് വീതം വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് മടക്കി നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് നമുക്ക് വയ്ക്കാം. കമഴ്ത്തി വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് തുറന്നു പോവും. ഇനി നമുക്ക് ബാക്കി ഇലയിലും ഇതുപോലെ മാവ് വെച്ച് നമുക്ക് പൊതിഞ്ഞ് വയ്ക്കാം. എല്ലാ ഇലയിലും നമുക്കിതുപോലെ ചെയ്യാം. ഇനി നമുക്കത് സ്റ്റൗവിലേക്ക് വയ്ക്കാം. ഇഡ്ഡലി പാത്രത്തിൻ്റെ അടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇതുപോലെ അടുക്കി വയ്ക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് അതിനൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഒരു അരമണിക്കൂർ നേരം അങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. ആവിയിലത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ ഈർക്കിൽ വെച്ചോ ഒന്ന് കുത്തി നോക്കാം. കുത്തുമ്പോൾ അതിൽ പറ്റിയിട്ടില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ട്. മാവ് പറ്റിയിരിക്കുകയാണെങ്കിൽ അത് വെന്തിട്ടില്ല. എങ്കിൽ കുറച്ച് നേരം കൂടി നമ്മൾ അടച്ച് വെക്കണം. ഇപ്പം നമ്മുടെ ചക്കയപ്പം എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കയപ്പം എല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനൊന്ന് തുറന്നു നോക്കാം.
ഇപ്പോൾ നമ്മുടെ ചക്കയപ്പം റെഡി ആയിട്ടുണ്ട്. രുചികരമായ ചക്കയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായാൽ എല്ലാ പേരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.